ഷമീർ മൊഞ്ചനുണ്ടേലേ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ ഷംനാത്ത. അതൊന്നും കൊണ്ടല്ല ഷംനത്ത്, എൻ്റെ ഫോണിൽ ഒരു കോൾ വന്ന ഞാൻ പറയട്ടെ, മൊഞ്ചന്മാരും മൊഞ്ചത്തികളൊക്കെ ഉണ്ടെങ്കിലേ ലൈവിനൊരു സുഖമുള്ളൂ അല്ലേ? അതിങ്ങനെ ഇരുന്ന് എനിക്ക് പ്രേമിക്കത്തില്ലേ, എനിക്ക് ലൈൻ വരത്തില്ലേ ഇതൊന്നും പറഞ്ഞിട്ട് എന്നിട്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ അതല്ല ഇതാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ പെട്ടുപോയില്ലേ. ഞാൻ പെട്ടുപോയെന്ന് പറ, നിങ്ങൾ പെട്ടുപോയെന്ന് പറഞ്ഞ. നിങ്ങൾ ഇത്രയും സുന്ദരിയും സുശീലവും സർവോപരി വിദ്യാഭ്യാസ സമ്പന്നയും സൽസ്വഭാവിയുമായ ഒരു ഭാര്യനെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്ത് കുറവുണ്ടായി? അത് പറയണം. ഞാനല്ലേ പെട്ടത്? ആരാ അത് കാര്യം? അതല്ല, അത് പറയുക. അപ്പം ഇക്കാക്ക് എന്തുകൊണ്ട് പറ്റിപ്പോയെന്ന് പറയണം. എന്തുകൊണ്ട് പറ്റിപ്പോയെന്ന് ഞാൻ വീണുപോയി. ഇത്ര ഗുണങ്ങളുള്ള സ്നേഹ സമ്പന്നയായ ഒരു ഭാര്യനെ കിട്ടിയ നിങ്ങൾ സമ്പന്നയായ സർവോപരി അല്ല അവളെ കുറിച്ച് പറയാൻ അവക്ക് അത്രയും ഉയരത്തിലായി പോയോണ്ടേ വാക്ക് കിട്ടാതെ. ഞാൻ സൽസ്വഭാവി, സ്നേഹസമ്പന്ന, വിദ്യാസമ്പന്ന, വീണ്ടും സ്നേഹമുള്ള, സുന്ദരി, സുശീല, സുഭാഷിണി, ഒരുപാട് കഴിവുകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്ന. എല്ലാരും പൊക്കോ, കുഴപ്പമില്ല, നിങ്ങളെല്ലാം പോകുന്നില്ല, എനിക്ക് പിണക്കൊന്നുമില്ല. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നതിലും ഭേദം ജീവനെ കൊണ്ട് രക്ഷപ്പെടുന്നതാ. എന്തിനാണ് ഇങ്ങനെ കേൾക്കുന്നത്? എന്റെ പൊന്നേ, ഒരു ലൈവിൽ വന്നെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കേൾക്കണം. ഇപ്പൊ സുഖമി അത് ഇപ്പൊ സുമുക്കിയോ? സുമുക്കി ഇത്രയും ഉള്ള എന്നെ ഇഷ്ടമല്ലെന്ന് പറയാൻ ഒരു വാക്ക് കിട്ടും. നീ ഇവർക്കൊക്കെ എന്തെങ്കിലും കലക്കി കൊടുക്കുന്നുണ്ടാ? എനിക്ക് അറിയാമല്ലോ ചോദിക്കുക. ഇത്രയും പൊക്കി പറയാൻ അത് അവർ സത്യങ്ങൾ പറയുന്നു. എന്റെ ജന്മം ജനുവരിയിൽ, എന്റെ പ്രാണസഖിയെ കിട്ടിയത് ജൂലൈ മാസത്തിൽ, വിഷമം പിടിച്ച മാസം ഓഗസ്റ്റ്. ജൂലൈ കണ്ടു, ഓഗസ്റ്റിൽ കല്യാണം നടന്നായിരിക്കും അല്ലേ? അതാണ് ഓഗസ്റ്റിൽ വിഷമം എന്ന് പറഞ്ഞത്. ജനുവരിയിൽ എത്രാം തീയതിയിലാ ബർത്ത്ഡേ? പിന്നെ ജൂലൈ 4 ജൂലൈ 4 ആണെങ്കിൽ ദിലീപിന്റെ പടം റിലീസായി, ദിലീപിന്റെ ഭാഗ്യദിനം കേട്ടോ അല്ലേ? ഇനി ചിരിച്ചോണ്ട് അവിടെ ഇരുന്നാൽ മതി. മനുഷ്യ ചിരിച്ച് കൈയും കാലം കാണിച്ച് മനുഷ്യനെ വളച്ച് ഇവിടെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചിട്ടിട്ട് ഇപ്പൊ പറയാ എനിക്ക് ലൈൻ അടിക്കാൻ അറിയത്തില്ല, എനിക്ക് ലൈൻ അടിക്കാൻ അറിയത്തില്ല. കല്യാണത്തിന് മുമ്പ് ലൈനൊക്കെ അടിച്ചോട്ടെ. കല്യാണത്തിന് മുമ്പ് ലൈൻ അടിച്ചോ നീയോ? കല്യാണത്തിന് മുമ്പ് എല്ലാവരും ലൈനൊക്കെ അടിച്ച് കണ്ടു നിൽക്കുന്നവര് നല്ലതാ. കല്യാണം കഴിഞ്ഞ് എന്നെ കണക്ക് ദുഃഖിക്കേണ്ട വരത്തില്ല. ലൈൻ അടിക്കാൻ പോയില്ലല്ലോ. എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ കൂടെ ഇപ്പൊ സന്തോഷത്തിൽ ജീവിക്കാന്ന് പറയുമ്പോൾ അവളുടെ മനസ്സിൽ സങ്കടമാണ്. എന്തുവാ എനിക്ക് ലൈൻ അടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. പടച്ചോനെ, ഇന്നത്തെ കാലത്തിന്റെ ഒരു പോക്ക് എങ്ങനെ വിശ്വസിക്കും? ഷംനാത്താക്ക് ഇതിനകത്തൊന്നും പറയാനില്ലല്ലോ. കല്യാണത്തിന് മുമ്പത്തെ കാര്യം പറഞ്ഞത്. എനിക്ക് അറേഞ്ച് മാരേജ് ഇഷ്ടമല്ലായിരുന്നു. ഒന്നും പറയാനില്ലല്ലോ ഇതിനകത്ത്. പറയണ്ട കേട്ടോ, ഒന്നും പറയണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും പറയും, ഷം അങ്ങനാണ്, ഷം ഇങ്ങനാണ്, ഒന്നും പറയണ്ട. മെസ്സേജ് ബ്ലോക്ക് ആയതാണോ? അല്ല വരാനിട്ട. എന്താ ഷംനാത്ത് ഒന്നും പറയാത്ത? മൊഞ്ചത്തികൾ ഇങ്ങനെ പിന്മാറാൻ പാടില്ല കേട്ടോ ഒരു കാര്യത്തിൽ. എല്ലാത്തിനും ഇങ്ങനെ അഭിപ്രായം പറയണം. MK കാർത്തികേയൻ, ഹായ്. കാർത്തികേയൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ മംഗലശ്ശേരി കാർത്തികേയനാണോ എന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓ, ഇനി തണുപ്പിച്ചിട്ടൊന്നും കാര്യമില്ലേ, നമ്മളെ വളച്ചെടുത്തില്ലേ. ഞാനിനി ഒന്നും പറയുന്നില്ല. സത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞപ്പോ എനിക്ക് കല്യാണത്തിന് മനുഷ്യൻ ഞാൻ അല്ല, വേറെ ആരും അടിച്ചതല്ലേ പറഞ്ഞത്, എന്നെ എന്നല്ലേ പറഞ്ഞത്. നിങ്ങളെ ലൈൻ അടിച്ചിട്ടില്ല. നിങ്ങളുടെ കഥ കേൾക്കാൻ ആള് വേണ്ടേന്ന്. വേണം എല്ലാരും പോകുവാണ്. ഇറങ്ങി ഓടിക്കുമെന്ന് പറഞ്ഞല്ലേ. അതാ അല്ല, വേറെ കാര്യമുണ്ട്. ഇവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ കേട്ടിരിക്കാൻ ഒരു മനുഷ്യന്മാരെ കൊണ്ട് പറ്റണ്ടേ? എന്തൊരു തൊള്ളാണ് തൊള്ളുന്നത്. നമ്മളാണെങ്കിൽ ഉള്ള കാര്യം ഉള്ള കണക്ക് മുഖത്ത് നോക്കി പറയും. അത് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇതിങ്ങനെ വല്ലതുമാണ് അല്ലേ? എന്നാ നിങ്ങളുള്ള കളത്തിലുള്ള ഞങ്ങളുടെ ആൾക്കാരൊക്കെ പറഞ്ഞു കൂട്ടുന്നത് ഞാൻ എന്നാ ചെയ്യാനാ? പിന്നെ ലൈൻ അടിച്ചു പോലും നിങ്ങളെ. ലൈൻ അടിക്കാൻ കൊള്ളാത്ത ആളാണോ ഞാൻ? ഇവരോട് ചോദിക്കാം. നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് വോട്ടിങ് ഇടാം. ലൈൻ അടിക്കാൻ കൊള്ളാത്ത ആളാണോ ഞാൻ? ലൈൻ അടിക്കാൻ